പ്രീസ് അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ സഭ നമുക്ക് നൽകിയിരിക്കുന്ന, ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. നമുക്കറിയാം, പഴയ നിയമ പൗരോഹിത്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ലേവ്യ പൗരോഹിത്യമാണ് നിലവിൽ നിന്നിരുന്നത്. ട്രൈബ് ഓഫ് ലേവി, അവർക്ക് മാത്രമാണ് പ്രീസ്റ്റ് ആകുവാനുള്ള യോഗ്യത. അഹരോന്യ പാരമ്പര്യം, പൗരോഹിത്യം, മഹാപുരോഹിത ശുശ്രൂഷകളൊക്കെ പഴയ നിയമ പശ്ചാത്തലത്തിൽ നമുക്ക് വളരെ വ്യക്തമായി അറിയാം. യേശു കർത്താവിനെ ഒരു പുരോഹിതനായി പുതിയ നിയമത്തിൽ അവതരിപ്പിക്കുമ്പോൾ കർത്താവിനെ അഹരോന്യ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ടല്ല ഒരു പുരോഹിതനായിട്ട് അവതരിപ്പിക്കുന്നത്. മറിച്ച് കർത്താവിനെ അവതരിപ്പിക്കുന്നത് മൽക്കീസദേക്കിൻ്റെ ക്രമത്തിൽ എന്നേക്കും ഒരു മഹാപുരോഹിതനാണ്. ദശാംശ ഞായറാഴ്ച വചനം സംസാരിക്കുമ്പോൾ മൽക്കീസദേക്കിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അബ്രഹാമിനെ ഗ്രീറ്റ് ചെയ്യുന്ന, ശാലേമിലെ രാജാവാകുന്ന, പുരോഹിതനായിരിക്കുന്ന മൽക്കീസദേക്ക് നിത്യരാജാവായി നമുക്ക്, പുരോഹിതനായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് അത് അഹരോന്യ പൗരോഹിത്യത്തിൻ്റെ തുടർച്ചയായിട്ടല്ല, മറിച്ച് മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിൻ്റെ അനുഭവമാണ് യേശു കർത്താവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നു, ആ പൗരോഹിത്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ലേവ്യ പൗരോഹിത്യമായിട്ടല്ല, പ്രീസ്റ്റ്ഹുഡ് ഓഫ് ഓൾ ബിലീവേഴ്സ്. എല്ലാവരും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആണ് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഒരു പുരോഹിതൻ്റെ മധ്യസ്ഥത നമുക്ക് ആവശ്യമില്ല. പുരോഹിതൻ ദൈവസന്നിധിയിലേക്ക് കടന്നു എന്ന് യാഗം കഴിക്കേണ്ടുന്ന ആവശ്യമില്ല. അവൻ്റെ കൃപാസനത്തിങ്കിലേക്ക് ഏത് സമയത്തും ധൈര്യത്തോടെ അടുത്തു വന്ന് അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, അഭയാചനകൾ കഴിക്കുവാൻ തമ്പുരാൻ വലിയ പദവി നമുക്ക് നൽകിയിരിക്കുക. അതുകൊണ്ട് രാജകീയ പുരോഹിത വർഗമായി നമ്മെ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നത് കൊണ്ട് നാം എല്ലാവരും പുരോഹിതന്മാരാണ് എന്നുള്ളതിൽ സംശയമില്ല. മാർത്തോമാ സഭയുടെ പൗരോഹിത്യത്തെ നമ്മൾ നോക്കുമ്പോൾ സാധാരണ പൗരോഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് വാക്കുകൾ നമ്മൾ പറയാറുണ്ട്. ഒന്ന് മീഡിയേറ്ററി പ്രീസ്റ്റ്ഹുഡ് എന്നാണ്, മധ്യസ്ഥ പൗരോഹിത്യം. ജനങ്ങൾക്ക് വേണ്ടി അച്ഛൻ മധ്യസ്ഥനായി, പുരോഹിതൻ മധ്യസ്ഥനായി നിന്ന് ശുശ്രൂഷ അണയ്ക്കുന്നതായ സമയം. ചില സഭകളിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ മാർത്തോമാ സഭയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് പ്രീസ്റ്റ്ഹുഡ് ആണ്, പ്രാതിനിധ്യ പൗരോഹിത്യം എന്നാണ് പറയുന്നത്. അച്ഛൻ ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഓൾ ദ പ്രീസ്റ്റ് ഇൻ ദ ചർച്ച്. സഭയിലുള്ള എല്ലാ പുരോഹിതന്മാരുടെയും പ്രതിനിധിയാണ് എന്ന് പറയുമ്പോൾ എല്ലാ വിശ്വാസികളും പുരോഹിതന്മാരായതുകൊണ്ട് ആ പുരോഹിതന്മാരുടെ പ്രതിനിധിയായിട്ടാണ് അച്ഛനെ നമുക്ക് സഭ ഒരു പുരോഹിതനായി അഭിഷേകം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും കയറി വിശുദ്ധ കുർബാന അനുഷ്ഠിക്കാൻ സാധിക്കത്തില്ല, എല്ലാവർക്കും കയറി സാക്രമെന്റ്സ് ഒന്നും നടത്താനായിട്ട് സാധിക്കത്തില്ല. അതിന് നിയോഗിച്ച് പുരോഹിതന്മാരുടെ അല്ലെങ്കിൽ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ഓൾ ബിലീവേഴ്സിന്റെ റെപ്രസെൻറ്റേറ്റീവായി ഒരു വൈദികനെ സഭ ഈ ചുമതലയിലേക്ക് പ്രവേശിക്കുക. ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം, ഈ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് അച്ഛനാണ്, അച്ഛൻ അങ്ങ് കുർബാന എടുത്തോളും, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താൽ മതി. ചില സഭകളിൽ അങ്ങനെ ഉണ്ട്, കാഴ്ചക്കാരായിട്ട് വരുന്ന അനുഭവമുണ്ട്. പകുതിയൊക്കെ ആകുമ്പോൾ കയറി വന്നാൽ മതി, അല്ലെങ്കിൽ കുർബാന എഴുന്നള്ളിക്കുമ്പോൾ വന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് തൃപ്തി അടയുന്ന സമൂഹമുണ്ട്. എന്നാൽ മാർത്തോമാ സഭയെ സംബന്ധിച്ചിടത്തോളം അപ്രകാരമുള്ള അനുഭവത്തിലല്ല സഭയെ കാണുന്നത്. മറിച്ച് എല്ലാവരും ചേർന്നാണ് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നത്. നിങ്ങൾ ഇന്ന് നമ്മുടെ തക്സ ഇത് കഴിഞ്ഞിട്ട് വന്നെടുത്ത് ഇന്ന് ഞാൻ ശതറാ പ്രാർത്ഥനയായി പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ പറയുന്നത്, ഈ വിശുദ്ധ മധുബഹായുടെ മുൻപാകെ ഞങ്ങൾ നിന്ന് നിനക്ക് ഈ കാഴ്ച അർപ്പിക്കുവാൻ. അച്ഛൻ നിന്നെന്നല്ല പറഞ്ഞത്, ഞാൻ നിന്നെന്നല്ല പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്? ഞങ്ങൾ നിന്ന് എന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മധുബഹയിൽ നിൽക്കുന്നു എന്നതിൻ്റെ പ്രാതിനിധ്യമാണ്, റെപ്രസെൻറ്റേഷനാണ് അച്ഛൻ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്.
അതുകൊണ്ട് വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ അച്ഛൻ ചൊല്ലി അവസാനിപ്പിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. All are taking participation in the Holy Communion, and all community or all congregation together is doing this great ministry before God. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ തക്സയിൽ നിന്ന്, ക്രമത്തിൽ നിന്ന് ഒരു ഭാഗം ഞാൻ കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അപ്പവും വീഞ്ഞും വാഴ്ത്തുന്നതായ അനുഭവമുണ്ട്. ദ കോൺസെക്രേഷൻ ഓഫ് ദ ബ്രെഡ് ആൻഡ് വൈൻ. അപ്പവും വീഞ്ഞും ഇതിനു വേണ്ടി വേർതിരിക്കുന്ന അനുഭവം. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നു, പാപമില്ലാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം സഹിപ്പാൻ ഒരുങ്ങിയപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പം താൻ എടുത്തു. അപ്പൊ നിങ്ങൾ എന്താ പറയും? കർത്താവേ നീ വാഴ്ത്തണമേ. That means the liturgy completes with the saying or with the prayer of the congregation. Congregation ആണ് പറയുന്നത്, കർത്താവേ നീ ഇതിനെ വാഴ്ത്തണമേ. അച്ഛൻ പറയുന്നു, ഇതാ വീഞ്ഞ് അവൻ എടുത്തു. അപ്പോൾ ജനം പറയുന്നു, എന്ത് പറയുന്നു? കർത്താവേ ഇതിനെ വാഴ്ത്തണം. നമ്മുടെ ഓരോ പ്രാർത്ഥനയും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ആ പ്രാർത്ഥന പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന, ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന. സോ ദ ഓൾ കോൺഗ്രിഗേഷൻ ഈസ് ഡൂയിങ് ദിസ് വണ്ടർഫുൾ മിനിസ്ട്രി, വണ്ടർഫുൾ ഹോളി കമ്മ്യൂണിയൻ സർവീസ് ഇൻ ദ ചർച്ച്. അതാണ് സഭ നമുക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്ന് പറയുന്നത്. മറ്റൊന്ന്, നമ്മൾ പലപ്പോഴും അറിയാതിരിക്കുന്ന ഒരു കാര്യമാണ്. പല ആളുകളും 11 മണിയൊക്കെ ആകുമ്പോഴാണ് പള്ളിയിൽ വരുന്നത്. തിരക്കുകളൊക്കെ കാണാൻ രാവിലെയൊക്കെ വീട്ടിൽ വന്നിട്ട് നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. എന്നാൽ നമ്മൾ ചിന്തിച്ചു കൊള്ളണം, ഈ കുർബാന നമ്മൾ ഒരുമിച്ചാണ് അനുഷ്ഠിക്കേണ്ടുന്നത്. ഒരുമിച്ചാണ് ഈ ആരാധന അനുഷ്ഠിക്കപ്പെടേണ്ടുന്നത്. ഒരച്ഛൻ പകുതിക്ക് വന്ന് ശുശ്രൂഷയ്ക്ക് കയറുന്നത് പോലെയാണ് നമ്മളൊരു ആരാധനയിൽ പകുതിയാകുമ്പോൾ വന്ന് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് എന്ന് നമ്മുടെ മനസ്സിലുണ്ടാകണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ അച്ഛൻ ധൂപക്കുറ്റിയുമായി വന്ന് ജനങ്ങളെ അഭിവാദനം ചെയ്യുന്ന അനുഭവമുണ്ട്, അല്ലേ? വന്നിട്ട് എല്ലാവരെയും ചെയ്യുക. പല ആളുകളും ഞാൻ പറഞ്ഞതുപോലെ ഒരു 1-2 തലകൾ ഇപ്പോഴും എവിടെ തന്നെ ആയിരിക്കുന്നേ? ഇപ്പോഴല്ല, ഈ വരുന്ന സമയത്ത് ഇപ്പോഴും ഈ പ്രൊജക്ടറിലാണ് ഇരിക്കുന്നത്. എന്നാൽ അത് നിങ്ങൾ റിസീവ് ചെയ്യേണ്ടതാണ്. ദ ചർച്ച് ഈസ് സെയിങ് വാട്ട് അച്ഛൻ ഈസ് സെയിങ്. Why Achan is coming with the censor is that because of the thing that we have to see that Achan is saying. Achan is trying to greet all priests. ഒരു പുരോഹിതൻ മറ്റൊരു പുരോഹിതനെ കാണുമ്പോൾ ആ പുരോഹിതനെ വണങ്ങുന്നത്, ഗ്രീറ്റ് ചെയ്യുന്നത് അതിൻ്റെ മധ്യത്തിൽ എന്ത് വെച്ചുകൊണ്ടാ? ധൂപം വെച്ചുകൊണ്ടാ. ധൂപക്കുറ്റിയോടുകൂടെയാണ് അച്ഛൻ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പുരോഹിതൻ മറ്റൊരു പുരോഹിതനെ വണങ്ങുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. എൻ്റെ സമയം അവസാനിക്കുന്നു എന്നെനിക്കറിയാം. പെട്ടെന്ന് ഞാൻ അടുത്ത ചിന്തകളിലേക്ക് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമുക്ക് ഒരുമിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സഭ തന്നിരിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് ജോൺ ചാപ്റ്റർ 10 വേഴ്സസ് 1 to 11. അവിടെ നാം കാണുന്നത് യേശു കർത്താവിനെ നല്ല ഇടയനായി കർത്താവ് അവതരിപ്പിക്കുകയാണ്. ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ വാതിൽ ആകുന്നു. നല്ല ഇടയൻ എന്ന് യേശു കർത്താവ് പറയുമ്പോൾ 1-2 കാര്യങ്ങൾ കർത്താവ് പ്രത്യേകിച്ച് പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, ഒരു കാവൽക്കാരൻ, ഗേറ്റ് കീപ്പർ, വാച്ച്മാൻ. നമ്മുടെ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നാം വായിച്ചല്ലോ. ഒരു ഷെപ്പേർഡിൽ നിന്ന്, ഇടയനിൽ നിന്ന് ആടുകൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന് കരുതലാണ്, പ്രൊവിഡൻസ്. 2 പ്രൊട്ടക്ഷൻ, സംരക്ഷണം. 3 വാച്ച്ഫുൾനെസ്, ജാഗ്രത. ഒരു പുരോഹിതൻ കരുതലിൻ്റെ ഇടയനായിരിക്കണം. ഒരു ഇടയൻ കരുതലിൻ്റെ ഇടയനായിരിക്കണം. ഒരു ഇടയൻ സംരക്ഷണത്തിൻ്റെ ഇടയനാകണം. ഒരു ഇടയൻ ജാഗ്രതയുടെ ഇടയനായിരിക്കണം. കർത്താവ് ഇത് പറയുന്നത് ഒരു ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ ആധിപത്യത്തിൻ്റെ കീഴിലിരിക്കുന്ന ഒരിടത്ത് നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. ഗ്രീക്ക് കൾച്ചർ അല്ലെങ്കിൽ റോമൻ എംപയർ എപ്പോഴും പറയുന്നത് പാക്സ് റൊമാന എന്നാണ്. റോമൻ ആധിപത്യം എന്ന് പറയുന്നത് നൽകുന്ന സമാധാനത്തെക്കുറിച്ച് അവർ വല്ലാതെ നിഗളിച്ചിരുന്നു. എന്നാൽ ആ രാജ്യത്തെ 70 മുതൽ 80% വരെ ആളുകൾ ദാരിദ്ര്യത്തിലായിരുന്നു. ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്ന ആളുകളാണ്, സുരക്ഷിതത്വമില്ലാത്ത ആളുകളാണ്.
വലിയതായ തരത്തിൽ ടാക്സുകൾ കൊടുക്കേണ്ടുന്ന ആളുകളാണ്. മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിലക്കുകളും തടസ്സങ്ങളും നിൽക്കുന്ന ഒരിടമാണ്. അങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഇടത്ത് സുരക്ഷിതമല്ലാതെ ആ കാലഘട്ടത്തിൽ ഇടയന്മാർ എന്ന് പറഞ്ഞ രാജാക്കന്മാർ ജനത്തെ വേദനിപ്പിക്കുമ്പോൾ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് വിളിച്ചു പറയുന്നു, ഈ ഇടയന്മാരെ പോലെയല്ല, ഞാൻ നല്ല ഇടയൻ ആകുന്നു. നല്ല ഇടയൻ എന്ന് പറയുന്നത് യേശു കർത്താവ് നൽകുന്നതായ വലിയ സുരക്ഷിതത്വത്തിന്റെ അനുഭവത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായിട്ട് തീരണം. പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നു. 23-ാം സങ്കീർത്തനം, യഹോവ എൻ്റെ ഇടയൻ ആകുന്നു. യഹോവ എൻ്റെ ഇടയൻ ആകുന്നു. ആ ഇടയ ശുശ്രൂഷയുടെ അർത്ഥവും ആഴവും ഉൾക്കൊണ്ടുകൊണ്ട് യേശു കർത്താവ് ഇതാ തൻ്റെ ജനത്തോട് പറയുകയാണ്, ഞാൻ നല്ല ഇടയൻ ആകുകയാണ്. ഇടയന്റെ പ്രത്യേകത നാം സങ്കീർത്തനങ്ങൾ വായിക്കുന്നു. പച്ച പുൽത്തകിടിയിലേക്ക് അവൻ നടത്തുകയാണ്. സ്വച്ഛ ജലത്തിന്റെ അടുക്കിലേക്ക് നയിക്കുക. ടു ഗ്രീൻ പാസ്റ്റേഴ്സ് ആൻഡ് സ്റ്റിൽ വാട്ടേഴ്സ് ഷെപ്പേർഡ്സ് ഗൈഡ്സ് ഹിസ് ഷീപ്പ്. അപ്പോൾ ഇത് നമ്മൾ കാണുന്നത് പ്രൊവിഡൻസ് ആണ്, വലിയ കരുതലാണ്. ആടിന് വിശക്കുമ്പോൾ, ഷീപ്പിന് വിശക്കുമ്പോൾ, ദാഹിക്കുമ്പോൾ അവയ്ക്ക് ആവശ്യമുള്ളത് ഒരുക്കി കൊടുക്കുന്ന ഇടയൻ. ഞങ്ങളുടെ തിരുവിതാംകൂറിലെ, തെക്കൻ തിരുവിതാംകൂറിലെ ശുശ്രൂഷയിലൊക്കെ പലപ്പോഴും പല കുടുംബങ്ങളുടെയും അനുഭവങ്ങളിലൊക്കെ ആ ഒരു ഉത്തരവാദിത്വം കൂടെ പുരോഹിതന് നിർവഹിക്കേണ്ടതായിട്ട് വരാറുണ്ട്. എന്നാൽ എനിക്കറിയാം, ഈ പ്രദേശത്തെ ശുശ്രൂഷയിൽ ഒരിക്കലും അപ്രകാരം ഒരാവശ്യമില്ല. കാരണം ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ ഭവനങ്ങളിലൊക്കെ അങ്ങനെയുള്ള ഭക്ഷണവും താമസവും സാഹചര്യങ്ങളുമൊക്കെ ദൈവം അനുകൂലമാക്കി തന്നിരിക്കുക. എന്നാൽ യേശു കർത്താവ് തൻ്റെ പരീക്ഷാവേളയിൽ ശത്രുവായിരിക്കുന്ന സാത്താനോട് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. യേശു കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, അല്ലേ, മറിച്ച് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുക. അപ്പത്തിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല, എന്നാൽ ദൈവവചനത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് ഞാൻ പറയാറ് നമുക്കറിയാമല്ലോ. ദൈവവചനം കൊണ്ടുള്ള വിശപ്പ് നിങ്ങൾ അടക്കണം. ഒരു സമയത്ത് മാർത്തോമാ സഭയുടെ വലിയ മാതൃക എന്ന് പറയുന്നത് ഓപ്പൺ ബൈബിൾ എന്നായിരുന്നു. വിശുദ്ധ കുർബാനയുടെ മധ്യത്തിലൊക്കെ പ്രസംഗത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. പ്രൊട്ടക്ഷൻ, കരുതൽ, ഷീപ്പ് സ്റ്റീലിംഗ്, ആടുകളെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കള്ളന്മാർ വരികയാണ്. ജാഗ്രത പുലർത്തുന്ന കാവൽക്കാരനായിട്ട് ഇടയൻ നിൽക്കേണ്ടുന്നത് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞു പോകാൻ സമയമില്ലാത്തത് കൊണ്ട് ഒറ്റ വാക്കിൽ പറയുകയാണ്, ഇടയൻ ആടുകളെ കാക്കേണ്ടുന്നവനാണ്. നമ്മൾ അപ്പോൾ അടുത്ത കാണുന്ന ഒരു പടം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ആ പടം നമ്മൾ കാണുന്നത് ഒരു യഹൂദ സംസ്കാരത്തിൽ ഇതിനെ പരിപാലിക്കുന്ന ചിത്രമാണ്. ആടുകളെ പരിപാലിക്കുകയാണ്. ആ കിടക്കുന്ന ഇടയൻ അവിടെ ഇരിക്കുകയാണ്. എന്നാൽ രാത്രിയിൽ ആ ഇടയൻ അവിടെ കിടക്കും. ആ വാതിൽക്കൽ അവിടെ കിടക്കുകയാണ്. ആടുകൾ അകത്ത് കിടക്കുമ്പോൾ ഇടയൻ പുറത്ത് വാതിലിൽ കിടക്കും. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞത്. ആ ആടിന്റെ ആലയിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഇടയന്റെ നെഞ്ചിൽ ചവിട്ടാതെ പ്രവേശിക്കാൻ സാധിക്കത്തില്ല. ഏതെങ്കിലും ഒരു ആടിന് ഈ ആലയിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇടയന്റെ നെഞ്ചിൽ ചവിട്ടാതെ ഇത് പോകാൻ സാധിക്കത്തില്ല. അത്രമാത്രം ശ്രദ്ധയോടെ പരിപാലിക്കപ്പെടേണ്ടുന്ന ശുശ്രൂഷയാണ് ഇടയ ശുശ്രൂഷ എന്ന് മനസ്സിലാക്കണം. BBS ഒക്കെ നല്ലവണ്ണം കൊടുത്ത്, ദൈവവചനമൊക്കെ അത്യാവശ്യം കൊടുത്ത്, നേതൃത്വമൊക്കെ കൊടുത്ത്, എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് പറയാനൊക്കെ അധികാരം കിട്ടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അറിയാതെ ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഓടിപ്പോവുകയാണ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കഴിഞ്ഞ ദിവസം നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ നമ്മുടെ പള്ളിയിൽ ജനിച്ചു വളർന്ന നമ്മുടെ ഒരു യങ്സ്റ്റർ എൻ്റെ അടുക്കൽ പറഞ്ഞു, അച്ഛാ, ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു the value and the meaning of the liturgy that we have. നമുക്കുള്ള ആരാധനയുടെ അർത്ഥം ഞാൻ മനസ്സിലാക്കുകയാണ്. ഇതിനെ ഞാൻ അത്ര ഗൗരവമായി കണ്ടിരുന്നില്ല. ഇന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അവരുടെ കുഴപ്പമല്ല ഇട്ടിട്ട് പോകുന്നത്. പലപ്പോഴും അതിനെ വിവേചിച്ചു കൊടുക്കുവാൻ, അർത്ഥത്തെ തിരിച്ചറിയിച്ചു കൊടുക്കുവാൻ സാധിക്കാതെ പോകുന്ന അനുഭവമാണ്. അടുത്തത് പറയുന്നത് the intimacy with the sheep and the shepherd ആണ്. ഇടയൻ പറയുകയാണ്, ഞാൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കും, അവർ എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ പിന്നാലെ വരും. ഇടയന് ആടുകളെ പേർ ചൊല്ലി അറിയാമെന്നത് the intimacy with the sheep and the shepherd that we can see.
അതുകൊണ്ട് ഇടയനെ കുറിച്ച് പറയുന്നത് ആടിന്റെ ചൂരുള്ളവനാണ്, ഗന്ധമുള്ളവനാണ് ഇടയനെന്നാണ്. ആടിനോട് ചേർന്നിരിക്കുന്ന ഇടയൻ ആടിന്റെ ഗന്ധമുള്ളവൻ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. അവസാനമായിട്ട് പ്രീസ്റ്റ് ആസ് ദ ട്രംപറ്റ് ബ്ലോവർ. ഇടയനെ കുറിച്ച് പറയുമ്പോൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചല്ലോ, അത് കാഹളം മുഴക്കേണ്ടുന്നവനാണ്, വാൾ വരുന്നത് കാണുമ്പോൾ വിളിച്ചു പറയേണ്ടുന്നവനാണ്, കൂവേണ്ടുന്നവനാണ്, കാഹളം ഊതേണ്ടുന്നവനാണ്, കാഹളം മുഴക്കേണ്ടുന്നവനാണ് ഇടയൻ എന്നുള്ളത് നാം, കാവൽക്കാരൻ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ആ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം വീട്ടിൽ പോയി നല്ലവണ്ണം വായിക്കണം. നമ്മൾ വായിച്ചിന്ന് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണല്ലോ, കാഹളം ഊതാതെ ജനം നാശത്തിലേക്ക് പോയാൽ ആ കണക്ക് ചോദിക്കുന്നത് ജനത്തോടല്ല, കാവൽക്കാരനോട് കണക്ക് ചോദിക്കുകയാണ്. കാവൽക്കാരൻ അക്കൗണ്ടബിൾ ആണ്, വിളിച്ചു പറയേണ്ടുന്നവനാണ്, മിണ്ടാതെ ഇരിക്കേണ്ടുന്നവനല്ല. എല്ലാം കണ്ട് മിണ്ടാതെ ഇരിക്കുവാൻ ഉള്ളവനാണ് ഇടയനെന്ന് നാം അറിയാതെ ചിന്തിച്ചു പോകുന്നുണ്ട്. പുരോഹിതൻ എന്ന് തിരിച്ച് ചിന്തിച്ചു പോകുന്നുണ്ട്. ലോകത്തെ നോക്കി ഇതാ വാൾ കടന്നു വരുന്നുണ്ട് എന്ന് വിളിച്ചു പറയുവാനുള്ള ചുമതല ഇടയന് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അവസാനമായി ഒരു ചിത്രം, ഒരു വ്യക്തിയെ കാണുന്നത് ദയാബായിയാണ്. എൻ്റെ മകൾക്ക് ദയ എന്ന് പേരിട്ടത് ദയാബായിയുടെ പേര് എനിക്കിഷ്ടമായത് കൊണ്ടാണ്. കേരളത്തിൻ്റെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് ഈ പറയുന്ന ഛത്തീസ്ഗഡിലെ ചിന്തവാഡ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുള്ള ഗോണ്ട് ട്രൈബൽസിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഈ പെൺകുട്ടി MSW പഠിക്കുന്നതിൻ്റെ ഇടയിൽ 1-ാം വർഷത്തെ ഇതിൻ്റെ ഇടയിൽ അവർക്കുള്ള അസൈൻമെന്റിന്റെ ഭാഗമായി ഈ ട്രൈബൽസിന്റെ ഇടയിലേക്ക് ചെന്നതാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരാൾ പറഞ്ഞു, ഹം ബന്ദർ കി തരഹേ, ഞങ്ങൾ കുരങ്ങന്മാരെ പോലെയാണ്, ഞങ്ങളുടെ ശമ്പളം ഞങ്ങൾക്ക് ചോദിച്ചു വാങ്ങാൻ അറിയുകയില്ല, ഞങ്ങളെ ഇവർ ചൂഷണം ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോ പിന്നെ ആ കുട്ടി പഠനം മുൻപോട്ട് കൊണ്ടുപോയില്ല. അവരുടെ കൂടെ താമസിച്ചു, അവർ പോകുന്ന ഇടങ്ങളിൽ പോയി ജോലി ചെയ്തു, അവർ താമസിക്കുന്ന വീടുകളിൽ താമസിച്ചു, അവരെ പോലെ ഒരു ആദിവാസിയെ പോലെ വസ്ത്രം ധരിച്ചു, അവരുടെ ജീവിതം പോലെ ആയിത്തീർന്നു. അവർക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനുകളിൽ പോയി ജന്യമാരോട് മത്സരിച്ച് അടിയും ഇടിയും ഒക്കെ കൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഈ ദയാബായിയായി മാറി. ദയാബായിയെ കാണാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഏതാണ്ട് 100 കിലോമീറ്ററുകൾക്കപ്പുറത്താണ് പള്ളിയുള്ളത്. ഞാൻ ചോദിച്ചു, എവിടെയാണ് ആരാധിക്കുന്നത്? ദയാബായി പറഞ്ഞു, എൻ്റെ ആരാധന നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല. ഞാൻ രാവിലെ ഈ മനുഷ്യർക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഇറങ്ങുകയാണ്, ഞാൻ അവർക്ക് വേണ്ടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, അവർക്ക് വേണ്ടി വേദനകൾ ഏറ്റെടുക്കുകയാണ്, അടിയും ഇടിയും ഒക്കെ കൊള്ളുകയാണ്. ഞാൻ രാത്രിയിൽ വേദനിക്കുന്ന ദേഹവുമായി എൻ്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു വരും. എന്നിട്ട് ഞാൻ എൻ്റെ ഊപ്പർവാലയോട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, ദിസ് ഈസ് മൈ ബോഡി, ഇത് എൻ്റെ ശരീരം, ഇതാ നിനക്കായി മുറിയപ്പെട്ടിരിക്കുകയാണ്. ഇത് എൻ്റെ ശരീരം, ഇത് നിനക്കായി മുറിയപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും അവൾ പറയുന്നു, എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കും, ദയാ നീ ഇനിയും മുറിയേണ്ടിയിരിക്കുകയാണ്, ഇനിയും നീ മുറിയേണ്ടിയിരിക്കുകയാണ്, ഇനിയും നീ തകരേണ്ടിയിരിക്കുകയാണ്. ഒരു പുരോഹിതൻ ഒരു പൂജാരിയല്ല. ഒരു പുരോഹിതൻ ദൈവസന്നിധിയിൽ ദൈവജനത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കുമ്പോൾ യാഗവസ്തുവും യാഗവും ഒന്നായി തീർന്ന ക്രിസ്തുവിനെ പോലെ ഈ ലോകത്തിന് വേണ്ടി നുറുങ്ങേണ്ടുന്നവനാണ്, മുറിയേണ്ടുന്നവനാണ് എന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഇതാ ഇടയൻ നമ്മൾ കാണുന്നു, പ്രൊവിഡൻസ്, പ്രൊട്ടക്ഷൻ ആൻഡ് വാച്ച്ഫുൾനെസ്. ഇടയൻ ആടിനോട് പുലർത്തുന്ന ഇൻറ്റിമസി. ഇതാ ലോകത്തിന്റെ മുൻപിൽ കാഹളമൂതി ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിക്കേണ്ടുന്നവനാണ് പുരോഹിതൻ. ഇതാ യാഗവും യാഗവസ്തുവും യാഗമർപ്പിക്കുന്നവനും ഒന്നായി തീർന്ന ക്രിസ്തുവിനെ പോലെ ലോകത്തിന് വേണ്ടി നുറുങ്ങേണ്ടുന്നവനാണ് ഒരു പുരോഹിതൻ. ഈ പൗരോഹിത്യ വേല ഒരു അച്ഛന് മാത്രം ഒതുങ്ങുന്നതല്ല. സഭയെ ആകമാനം ഈ പൗരോഹിത്യത്തിലേക്ക് കർത്താവ് ക്ഷണിക്കുന്നത് കൊണ്ട് നമുക്കൊരുമിച്ച് ഈ ശുശ്രൂഷയിലേക്ക് യാത്ര ചെയ്യാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ചുരുങ്ങിയ വാക്കുകളിൽ ആർക്കെങ്കിലും